പോവാ. ഇന്ന് ലാസ്റ്റ് കൂടിയാ, ഇനിയും കൂടിയില്ല. ഇനിയും നമ്മൾ കുടിക്കത്തില്ല. ഒന്ന് കൈയടിച്ച് സ്തോത്രം പറഞ്ഞു. എന്നോട് കർത്താവ് പറയുക, ഈ രാവിലത്തെ ആരാധനയിൽ ഈ ചെറുപ്പക്കാരനെ ദൈവം വിടുവിക്കാനായിട്ട് പോകുകയാ. ഇവൻ്റെ അകത്ത് നശിക്കാൻ മദ്യത്തിൽ കൈവശം കൊടുത്ത അവൻ രക്ഷപ്പെടരുത്, അവൻ വിവാഹം കഴിക്കരുത്, അവൻ്റെ കുടുംബം രക്ഷപ്പെട്ടു പോകരുത്. ഇതാണ് പിശാചിൻ്റെ ആഗ്രഹം. പക്ഷെ ദൈവനോട് പറയുക, നീ മദ്യപാനം കംപ്ലീറ്റ് നിർത്തും. മദ്യപാനം ഇല്ലാത്തൊരു മനുഷ്യനായിട്ട് മാറും. നീ യേശുവിൻ്റെ പുസ്തകം നിന്റെ കയ്യിലെടുക്കും. നീ യേശുവിൻ്റെ സാക്ഷിയായിട്ട് മാറും. ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവം ആ വിധത്തിൽ നിന്നെ മാറ്റാനായിട്ട് പോകുകയാ. സഭയൊന്ന് രണ്ട് കരങ്ങളും അടിച്ചൊന്ന് അന്യഭാഷ പറഞ്ഞ് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എത്ര നാൾ ഈ മദ്യപാനം നിർത്തിയായിരുന്നു? ഇനി നമ്മൾ തൊടത്തില്ല. പറ, തൊടത്തില്ല. നിന്റെ കല്യാണം നടക്കും. നിന്റെ അമ്മ എന്ത് ചെയ്യും? അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നീ രക്ഷപ്പെട്ട് കാണണമെന്ന്. അവരാഗ്രഹം നിറവേറാതാ മരിച്ചു പോയെ. നിന്റെ അകത്ത് മദ്യത്തിൽ കൈവശം തന്നേക്കുക. എന്തിനാ തന്നെന്നറിയാം? നീ ജയിലിൽ പോയി കിടക്കണം, അതിനെ തന്നേക്കുന്ന. എത്ര നാൾ ജയിലിൽ കിടന്നു? വർഷങ്ങളായിട്ട് ജയിലിൽ കിടന്നു. നിങ്ങൾ കൈ അടിച്ചോ, യേശുവേന്നൊന്ന് വിളിച്ചോ. നിങ്ങളുടെ നാട്ടിൽ ഈ കൈലി ഉടുത്തോണ്ട് വന്ന ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ, മോനെ ചരടൊക്കെ അയച്ചിടണം കേട്ടോ. ചരടൊന്നും വേണ്ട. മോനെ ചരട് അയച്ചിടാ. ചരട് മൊത്തം അയച്ചോ. ഒരു ചരട് ഒരു പിച്ചാത്തി വല്ല എടുത്തോണ്ടോ. എടാ, ഇനി ഇത് കെട്ടല്ലേ നീ. നിന്റെ ഈ കരച്ചിലുണ്ടല്ലോ, കരച്ചിൽ ദൈവം അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ. എന്നോട് ദൈവം പറയും, നിനക്കൊരു പുതിയ ജീവിതം ദൈവം തരും. ഇതുവരെ നഷ്ടപ്പെട്ടത് പോയതെല്ലാം നിന്റെ ജീവിതത്തിനകത്തുനിന്ന് ദൈവം എടുത്തു മാറ്റുന്ന പോലെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ഇന്ന് രാവിലെ കർത്താവ് വെളിപ്പെടുത്തി തരാനായിട്ട് പോവാ. സഭയൊന്ന് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവേ അല്പനിമിഷം ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആ നാമത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ചു. പ്രതിഭേ, ഇനി ഇത് കെട്ടല്ല. രണ്ടാമത്, നീ ഇനി മദ്യപിക്കല്ല. നീ നിനക്ക് 30 എടാ രക്ഷപ്പെടത്തില്ലെന്ന് എഴുത്താ നിന്റെ പേര് എഴുതിയേക്കുന്നത്. നിനക്കൊന്നും ഇല്ല, ഇപ്പം ഒന്നുമില്ല, ആരുമില്ല, ആർക്കും നിന്നെ വേണ്ട കേട്ടോ. നന്നായി നോക്കിയിട്ടും നിന്നെ ആരും അംഗീകരിക്കുന്നില്ല. ഇതാ നിന്റെ സത്യം ഞാൻ പറയുന്നത്. യേശു എന്നോട് പറയുക, ഇന്ന് രാവിലെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത് നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ. ഒന്ന് കൈയടിച്ച് സഭയൊന്ന് സ്തോത്രം പറയാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആ രണ്ട് കരങ്ങളും അടിച്ച് അന്യഭാഷ എന്ന് പറഞ്ഞ് യേശുവേന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ അധരമൊന്ന് തുറന്ന് നാമൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്ന് ഉറക്കി ഒന്ന് വിളിച്ച് നാമത്തെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അടകന ഘടകം ശതന ഘടക സന്തരാധന ഹർമ്മമന ഘടക സന്തരാധന. എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുന്നത്, ഇവനൊരു സുവിശേഷകനാകാൻ പോവാ, ഇവനൊരു യേശുവിന്റെ പൈതലാകാൻ പോവാ. ഇവനെ നഷ്ടപ്പെട്ടതല്ല ഇന്ന് രാവിലെ എന്നെ ദൈവം തിരിച്ചു കൊടുക്കാൻ പോവാ. സഭയൊന്ന് ആമേൻ പറയാൻ പറ്റുന്ന എല്ലാരും കൂടെ ചേർന്ന് ഒരിക്കലും ആമേൻ പറഞ്ഞ് ഇവനെ തകർത്തു കളയാൻ വെളിപ്പെട്ടത് എല്ലാം ഈ രാവിലെ പൊട്ടിപ്പോകയാ. യേശുവിന്റെ നാമത്തിൽ കൈവശങ്ങൾ പൊട്ടോട്ടെ, ആ വിചാരങ്ങൾ പൊട്ടോട്ടെ, മന്ത്രവാദങ്ങൾ പൊട്ടോട്ടെ. സഭ ഒരുമിച്ചു ചേർന്ന് ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗം അത് സന്തോഷിക്കുന്ന രാവിലെയാണ്. ഉലകം മുഴുവൻ നേടിയാലോ ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗരാജ്യം ഇന്ന് രാവിലെ സന്തോഷിക്കുക. ഓ കൈയടിച്ചു യേശുവേ എന്നൊന്ന് വിളിച്ചു ദൈവത്തിന്. പ്രതിഭ ശരിക്കും എന്നെ ആദ്യം കാണും അല്ലേ? ആദ്യമായിട്ട് കാണും. പ്രദീപിനെയും എന്നെയും കൂടെ അറിയാവുന്ന ഒരാൾ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. ആളെ യേശുവാ.
പ്രതിഭ, ഞാൻ നിന്നെ ആദ്യം എഴുന്നേപ്പിച്ച് അവിടെ നിർത്തി. കർത്താവിനോട് പറഞ്ഞ് എല്ലാം കൂടി എത്ര വർഷം ജയിലിൽ കിടന്നിട്ടുണ്ടാവും? 4 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങിയതാ. 24 കേസ് മൊത്തം. എടാ, ഇനി ഒരു കേസും നിനക്ക് വരത്തില്ല. ഇനി നീ യേശുവിൻ്റെ സാക്ഷിയായിട്ട് മാറും. എന്തേ ചിറ്റ, എടാ നിനക്ക് വേണം എൻ്റെ കൂടെ വരാൻ, ഞാൻ നിന്നെ കൊണ്ടുപോകും. നിനക്ക് കിടക്കാടോ ഒന്നുമില്ല, ഞാനങ്ങ് കൊണ്ടുപോകാം നിന്നെ. എല്ലാവരും കൂടെ കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെടുന്നുണ്ട്. എല്ലാവരും കൂടെ കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്യാൻ. പ്രതിഭേ, ഇനി നമ്മൾ കുടിക്കത്തില്ല. നിർത്തിയ എന്നാ നീ മുട്ടുകുത്ത. ഇനിയും കുടിക്കല്ല. എല്ലാവരും കൈ നീട്ടിപ്പിടിച്ച് ഈ ചെറുപ്പക്കാരന് നേരെ എല്ലാവരും കൂടെ ഒന്ന് കൈ നീട്ടിപ്പിടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് എല്ലാവരും കൂടെ ഒന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഈ ചെറുപ്പക്കാരൻ ഇന്ന് രാവിലെ രക്ഷപ്പെടട്ടെ, ഇവന്റെ വീട് രക്ഷപ്പെടട്ടെ, ഇവന്റെ കുടുംബം രക്ഷപ്പെടട്ടെ. പിശാച് പറയുന്ന ഇവൻ രക്ഷപ്പെടത്തില്ലെന്ന്, ഇനിയും ജയിലിൽ തന്നെ തിരതാമസമാക്കുമെന്ന കള്ളപ്പിശാചെ ഇന്ന് രാവിലെ ഞങ്ങൾ വിളിച്ചു പറയുക. ഇവൻ ജയിലിന് വേണ്ടി ഉള്ളവനല്ല, ഇവൻ യേശുവിന് വേണ്ടി ഉള്ളതാ. ഇവൻ ജയിലിന് വേണ്ടി ഉള്ളവനല്ല, ഇവൻ ആട്ടിപിടിക്കുള്ളവനല്ല, ഇവൻ യേശുവിനുള്ളവനാ. നിങ്ങൾ ആ കരങ്ങളെ ഒന്ന് നീട്ടിപ്പിടിച്ച് യേശുവേ എന്ന് വിളിക്കാവുന്ന സകല ആളുകളും കൂടെ യേശുവേ പാപികൾക്കാ തന്നവനാ നീയും ഓ തള്ളിടുമോ ഏഴയെന്നെ തീരുമോ സ്നേഹമെന്നിൽ. പിതാവേ, ഞങ്ങളെല്ലാവരും കൂടെ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നേ. തമ്പുരാനെ, അവൻ നീണ്ട നാളുകൾ ജയിലിൽ കിടന്ന പിശാച് വിചാരിച്ചത് അവൻ ആയുസ്സും മുഴുവൻ ജയിലിൽ കിടക്കുമെന്ന. ഈ രാവിലെ ഞങ്ങൾ പിശാചിനെതിരെ ക്ലെയിം ചെയ്ത് പറയുന്നു, ഇവൻ ഇന്ന് രാവിലെ രക്ഷപ്പെട്ടു. ഇവൻ യേശുവിൻ്റെ പൈതലായി മാറും. യേശുവിൻ്റെ നാമത്തെ അവൻ ഉയർത്തും. ഇവൻ ഉണ്ടായിരുന്ന കിടപ്പാടമൊക്കെ നഷ്ടപ്പെട്ടു പോയി. എല്ലാം ദൈവത്തിന് തിരിച്ചു കൊടുക്കാൻ പോവാ. ഇവൻ യേശുവിന്റെ ആളായിട്ട് മാറാൻ പോവാ. ഇന്ന് രാവിലെ ഇവിടെ ഒരു വൻ പ്രവൃത്തി നടക്കാൻ പോവാ. ദൈവത്തിന്റെ കരുതലിന് സ്തോത്രം. ഇവൻ രക്ഷപ്പെട്ടതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. മോനെ, ഇന്ന് തൊട്ട് നീ യേശുവിന്റെ ജീവിക്കണം. നിനക്ക് ഞങ്ങളുടെ കൂടെ പോരാ, ഞങ്ങൾ ഏറ്റെടുക്കും. യേശുവിന്റെ ആളായിട്ട് മാറും. നീ വരുവാ. ഇനി നമ്മൾ കുടിക്കത്തില്ല. ഇല്ല, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേ കളരികിൽ നീ എന്നും എന്നും വേണം. ഒരിമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനാ. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേശു. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ ഉയിരാണ്, എന്റെ അഴകാണേ,
അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ചങ്കാണേ, എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണ്, എന്റെ ഉയിരാണ്, എന്റെ അഴകാണേ, അമൃതാണേ യേശു. ഒരു തരി പോലും, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാ, എന്നുയിരേക്കാ അരികിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. സ്നേഹിതരെ, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ആ സാന്നിധ്യത്തിന് മുമ്പിൽ എഴുന്നേറ്റ് വന്നേ. നാം ഒന്നും അങ്ങോട്ട് ചെയ്തിട്ട് ദൈവം നമുക്കൊന്നും തന്നതല്ല. നമുക്ക് പകരക്കാരനായി സ്വന്തം ഓമനകുമാരനെ ഈ ഉലകത്തിലേക്ക് അയച്ചു. നമുക്ക് പകരമായി അവൻ യാഗമായി, നമുക്ക് പകരമായി അവൻ തകർക്കപ്പെട്ടു. അവൻ നമുക്ക് പകരക്കാരനായി, അവൻ നമുക്ക് പകരക്കാരനായി. ആ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് എൻ്റെ ഉയിരാണ് യേശു എന്ന് പറയാൻ പറ്റുമെങ്കിൽ ആ കരമൊന്ന് ചേർത്ത് ഒന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പറഞ്ഞേ, ഞങ്ങളോട് ചേർന്നൊന്ന് പറഞ്ഞേ, എൻ്റെ ഉയിരാണ് എൻ്റെ യേശു. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം.